ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ എന്താ ആലോചിക്കുന്നേ? നട്ടലിനു പകരെ വാഴപ്പിണ്ടി വെച്ച ഒരു മകനുണ്ടായതിന്റെ പേരിൽ സങ്കടപ്പെട്ടിരിക്കുക. അല്ല, എങ്ങനെ ഉണ്ടാകാതിരിക്കുന്നേ? നിങ്ങളുടെ സന്തതിയല്ലേ. ഇതിലപ്പുറം കാണിക്കും. കാണിച്ചില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടാനുള്ളൂ. വിത്ത് ഗുണം 10 ഗുണം എന്ന് പറയുന്നത് വെറുതെ അല്ല. നീ ഇങ്ങനെ ചുമ്മാ പറഞ്ഞോണ്ടിരിക്കാൻ ഇത്രമാത്രം എന്ത് സംഭവിച്ചേ? ഇനി എന്ത് സംഭവിക്കാനാ മനുഷ്യ? തലയിലെ മുണ്ടിട്ടോണ്ട് നടന്നാ മതി അച്ഛനും അമ്മയും കൂടെ. മകനെ അത്രത്തോളം കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ. എന്നെ അവൻ എന്തിനാ ഇങ്ങനെ നാണം കെടുത്തുന്നേ? ഒരാളുടെ മുന്നിലും തല കുനിച്ചു നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കാതെ ചൂണയുള്ള ആണാക്കി തന്നെ വളർത്തിക്കൊണ്ടുവന്ന മകനെ എന്റെ. എന്നിട്ടിപ്പോ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഓ, എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സൽപുത്രൻ, സൽപുത്രൻ. നീ ഉണ്ടായിരിക്കുന്നു. ജോലി കിട്ടിയതിന്റെ സന്തോഷം മധുരം കഴിച്ചിട്ട് ആഘോഷിക്കണം. അച്ഛാ, അമ്മേ, അമ്മേ, ആ അമ്മ ഇവിടെ ഇരിക്കുക. അച്ഛാ, കുറച്ച് മധുരം കഴിച്ച. എന്തിനാണ് നീ ഇങ്ങോട്ട് കയറി വന്നേ? ഇവിടെ നിന്റെ ആരാടാ ഉള്ളത്? എടാ, ഇവിടെ നിന്റെ ആരാ ഉള്ളതെന്ന്? അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എടാ, ഞാൻ ചോദിച്ചതിന് മറുപടി നീ പറ. ഞങ്ങൾ നിന്റെ ആരാണെന്ന്. എന്റെ അമ്മ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? എന്റെ അച്ഛനും അമ്മയും മറന്നോണ്ട് ഞാൻ ഇന്നവരെ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ലല്ലോ. ഇനിയൊട്ട് പ്രവർത്തിക്കൂല. എന്നിട്ടെന്താ നീ നിന്റെ ഭാര്യയുടെ അടിമയായിട്ട് ജോലിക്ക് പോകുന്ന കാര്യം ഞങ്ങളോട് പറയാതിരുന്നേ? ഓ, അപ്പൊ അതാണ് കാര്യം. അതെ, ഇവിടെ സാബു സാറും ഉമ്മർത്തെ എല്ലാരും കൂടി ഇരുന്നപ്പോഴല്ലേ ജോലിയുടെ കാര്യം പറഞ്ഞേ? അത് ഓർമ്മയില്ലേ? അത് നിങ്ങളെല്ലാരും കേട്ടതല്ലേ? അതെ, അത് ഞാനും കേട്ടു തന്നെ. ജോലി നിന്റെ ഭാര്യയുടെ കീഴിലാണെന്ന് നീ പറഞ്ഞോ? ഇന്ന് ജോലിക്ക് കയറുന്ന വിവരം നീ പറഞ്ഞിട്ടില്ല. കാരണം എന്താടാ? ഞാൻ മുടക്കൂന്നോർത്ത്. അതുകൊണ്ടല്ലടാ നീ പറയാതിരുന്നേ? എന്റെ അമ്മ, അത് അങ്ങനെയൊന്നും അല്ല. ഇന്ന് രാവിലെ കളക്ടർ ഓഫീസിൽ വെച്ചിട്ട് ഞാൻ പോലും അറിയുന്നേ ഞാൻ ശാലിനിയുടെ വണ്ടി ഓടിക്കുന്നെന്ന്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? അല്ല, അതിനിപ്പോ എന്താ കുഴപ്പം? ഏത് ജോലിക്ക് അതിൻ്റെതായിട്ടുള്ള അന്തസ്സില്ലേ? ഡ്രൈവർ പണി അന്തസ്സുള്ള ജോലി തന്നെയാ. അല്ല, അതെങ്ങനെ അടിമപ്പണിയാവണേ? എടാ, ഡ്രൈവർ പണി അന്തസ്സുള്ള പണി തന്നെയാ. അത് പക്ഷേ നീ നിന്റെ ഭാര്യയുടെ കീഴിൽ ചെയ്യുമ്പോഴാ അന്തസ്സില്ലാത്ത പണിയാവുന്നേ.